ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. വാരഫലവും അതുപോലെ തന്നെ ഈ ആഴ്ച ഏറ്റവും പ്രധാനമായ വിശേഷ ദിവസങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് മാസം 1-ാം തീയതി, അതായത് ഇന്നേ ദിവസം പ്രദോഷമാണ്. മാർച്ച് മാസം 2-ാം തീയതി നാളെയാണ് ചോറ്റാനിക്കര മകം തൊടൽ. മാർച്ച് മാസം 3-ാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ്. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധമായ പൊങ്കാല നടക്കും. അതേസമയം തന്നെ കോട്ടയം ജില്ലയിൽ പാമ്പാടി വെള്ളൂർ ദുർഗാദേവി ക്ഷേത്രത്തിലും പൊങ്കാല നടക്കും. ദുർഗാദേവി ക്ഷേത്രം അത് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ്. വെള്ളം കയറി മഴ പെയ്യുമ്പോൾ വെള്ളത്താൽ മൂടുന്ന ഒരു വിഗ്രഹമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് അത് ആറാട്ടായിട്ട് കണക്കാക്കുന്നുണ്ട്. അമ്മയുടെ തിരു ആറാട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള പ്രസിദ്ധമായ വെള്ളൂർ പൊന്നരിക്കുളം ദേവീക്ഷേത്രത്തിലും മാർച്ച് 3-ാം തീയതി പൊങ്കാല നടക്കും. മാർച്ച് 5-ാം തീയതി കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട്. ഇത്രയുമാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ. വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ ആദിത്യനും ചൊവ്വായും ബുധനും സർപ്പനും കൂടി നിൽക്കുമ്പോൾ ശനിയും ശുക്രനും മീനം രാശിയിൽ നിൽക്കുന്നു. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ പക്ഷബലം വർദ്ധിച്ചു വരികയാണ് ചന്ദ്രൻ. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൊതുവെ നല്ല ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതായത് പ്രബല ഗ്രഹങ്ങളായ രാശിയുടെ അധിപൻ കൂടിയായിരിക്കുന്ന ചൊവ്വായും അതുപോലെ തന്നെ ആദിത്യൻ 5-ാം ഭാവാധിപനാണ്. കൂടെ വിദ്യാകാരകനായ ബുധനും 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഉപജയസ്ഥാനമാണ്. വർധനവുണ്ടാകും. ഏതു കാര്യത്തിലും ആരോഗ്യം വർദ്ധിക്കുക, സൗന്ദര്യം വർദ്ധിക്കുക, തേജസ് വർദ്ധിക്കുക, അതുപോലെ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുവാനും യോഗമുണ്ട്. വിദേശ ധനം കൈകാര്യം ചെയ്യുവാൻ അവസരം കിട്ടുക തന്നെ ചെയ്യും. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായത്തിന് ഉണ്ടാകുന്ന ഒരു നല്ല സമയം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂവിലും ഒക്കെ പങ്കെടുക്കുന്നവർ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുമാണ്. അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണവും സന്തോഷകരവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും പൊതുവെ നല്ലതാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് നല്ല ദൈവാധീനവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടപാടുകാരെയും സഹപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ രാശിക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ പ്രവർത്തന വിജയം കണ്ടെത്തുവാൻ സാധിക്കും. എന്നിരുന്നാലും കുടുംബത്തെ ചില അലോസരതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുകയോ ശമ്പള വർധനവ് ലഭിക്കുകയോ ഏതെങ്കിലും തരത്തിൽ തൊഴിൽ വിജയങ്ങളും വന്നു ചേരും.
എന്നിരുന്നാലും തൊട്ട് അടുത്തുള്ള സ്ഥലത്തേക്കോ ഒക്കെ ആണെങ്കിലും ഒരു ട്രാൻസ്ഫർ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ഫറിനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി അപേക്ഷയൊക്കെ കൊടുത്തിരിക്കുന്നവർക്കും ശ്രമിക്കുന്നവർക്കും ഈ ആഴ്ച അതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ തൃപ്തികരമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും സാഹിത്യകാരന്മാർക്കുമൊക്കെ വളരെ അഭിവൃദ്ധിയുള്ള ഒരു ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും നല്ലതുപോലെ ഉള്ള ഒരു ആഴ്ചയാണ്. രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നു എന്നുള്ളത് പരമപ്രധാനമായ വലിയ ഒരു നേട്ടമാണ്. 5ാം ഭാവാധിപം ആയിരിക്കുന്ന ആ ശുക്രൻ 9ാം ഭാവാധിപനോട് യോഗം ചെയ്ത് തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഭാഗ്യസ്ഥാനമായ 9ൽ ആദിത്യനും ചൊവ്വായും ബുധനും രാഹുവുമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കും. പൊതുവെ നല്ല ഒരു സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനോ അംഗീകാരങ്ങൾ കിട്ടുന്നതിനോ ഒക്കെ യോഗമുണ്ട്. പ്രവർത്തന രംഗങ്ങൾ വിജയിക്കും. സഹോദര സ്ഥാനികർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന്, സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. അത് മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. കുടുംബത്തെ പൊതുവെ നല്ല ഒരു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പൊതുവെ കലാകാരന്മാരായിരിക്കുന്നവർക്കും അഭിവൃദ്ധികരമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. കലയുടെ അവാന്തര വിഭാഗങ്ങളിൽ ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും കരവരുത് തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ച. വാഹനം പുതുക്കിപ്പണിയുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ തീരുമാനമെടുക്കുവാൻ ഏറ്റവും ഉചിതമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ടാകും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പൊതുവെ ചില മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും പൊതുവെ നന്നായിരിക്കുന്ന ഒരു ആഴ്ച. വന്നു ചേരുന്ന ധനം വീണ്ടും വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതുമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ ശ്രദ്ധ ഏത് കാര്യത്തിനും ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. വ്യാഴം 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ വാക്കിൻ്റെ സ്ഥാനത്ത് കേതുവാണ്. അപ്പോൾ പലതരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും, ദേഷ്യം വർദ്ധിക്കുക, പറയുന്ന കാര്യങ്ങൾ സഹപ്രവർത്തകരോ ഇടപാടുകാരോ ഒക്കെ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടു എന്ന് വരികയില്ല. പ്രവർത്തന രംഗത്തും ചില മന്ദതകളും ക്ലേശങ്ങളും സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. കലാകാരന്മാരായിരിക്കുന്നവർക്കും കലയുടെ ആവാന്തര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും. അതായത് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചം ചെയ്ത് നിൽക്കുന്ന ഈ ആഴ്ച ഈശ്വര വിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ നല്ല മനസ്സമാധാനവും സന്തോഷവും ധനാഗമന യോഗവും വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. തൊഴിൽ രംഗത്തും അഭിവൃദ്ധികൾ സൂചകമാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കൽ വാങ്ങൽ, അതായത് സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ഒരു കാര്യവുമില്ലാതെ ചില അസുഖങ്ങൾ വന്നു വിടുകയോ മനക്ലേശവും ശാരീരക്ലേശവും സൂചകമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സുഹൃത്തുക്കളെ സഹായിക്കുവാനും പരസ്പരം അറിഞ്ഞ് സഹായിക്കുവാനൊക്കെ നല്ല ആഴ്ചയാണ്. കുടുംബത്തെ പൊതുവെ സന്തോഷകരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമായിരിക്കില്ല. കഴിവതും ദേഷ്യം ഒഴിവാക്കി തന്നെ പോകുന്നതാണ് ഉത്തമം. തൊഴിൽപരമായ അഭിവൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും.
സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഒത്തുവരും. അതുപോലെ തന്നെയാണ് വിവാഹക്കാര്യം. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ സൂചനയുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയം ഒരു വിവാഹത്തിലേക്ക് വഴിമാറി കലാശിച്ച് നല്ല ഒരു പ്രണയ സാഫല്യമുണ്ടാകുവാൻ യോഗമുള്ള ആഴ്ച. വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും ഒക്കെ വന്നു ചേരുകയും കീർത്തിയും പദവിയും വന്നു ചേരുവാൻ യോഗമുണ്ട്. അതായത് ഭാഗ്യഭാവാധിപൻ ധനസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന ശുക്രൻ ഉച്ചരാശിയിൽ നിവൃത്തി സ്ഥാനത്ത് ജലരാശിയിൽ നിൽക്കുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ, അഭിവൃദ്ധികൾ, ആരോഗ്യപരമായ തൃപ്തി, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൂടെ മറ്റുള്ള നല്ല ആൾക്കാരെ കൂടെ നിർത്തുന്നതിനും അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട്. അതുപോലെ തന്നെ കലാകാരന്മാരായിരിക്കുന്നവർക്കും ഏറ്റവും ഉചിതമായ സമയം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നിച്ച് കടങ്ങളൊക്കെ വീടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്നതിനും യോഗമുണ്ട്. ഗൃഹസംബന്ധമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിക്കുക വഴി വിവാഹം ആലോചിക്കുന്നവർക്ക് പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുന്നതിനും അതുപോലെ തന്നെ വിവാഹം വാക്കാകുന്നതിനുമൊക്കെ അനുകൂലമായ സമയം. വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഏറ്റവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ 5ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തെ രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ ഉച്ചരാശിയിലും സ്ഥിതി ചെയ്യുന്നു. 5ാം ഭാവം പ്രതിഭാസ്ഥാനത്ത് ചൊവ്വായും ആദിത്യനും ബുധനും സർപ്പനും കൂടി സ്ഥിതി ചെയ്യുന്ന ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള വിജയങ്ങൾ വന്നു ചേരുക സ്വാഭാവികമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും ആഹാര കാര്യങ്ങളിലൊക്കെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ദേഷ്യമൊക്കെ പൊതുവെ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിന് സൂചനയുണ്ട്. കുടുംബത്തെ പൊതുവെ സമാധാനപൂർണമായി. കടങ്ങളൊക്കെ വീടുവാനും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം വന്നു ചേരുവാനും യോഗമുള്ള സമയം. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും തൊഴിൽ പുരോഗതി വന്നു ചേരുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ്. വളരെയധികം വിജയങ്ങൾ വന്നു ചേരും. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണം ഉണ്ടാകുകയും തൊഴിൽ പുരോഗതി അത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏത് കാര്യത്തിലും ഒരു അങ്ങേയറ്റത്തെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നവർ ഇത് വളരെ ആലോചിച്ചുമൊക്കെ ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് അത്ര തൃപ്തികരമല്ല. രാശിയുടെ അധിപൻ്റെ സ്ഥിതി പൊതുവെ പാപ ഗ്രഹ യോഗത്തിലായതിനാൽ ധാരാളം വെള്ളം കുടിക്കുകയും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുകയും വേണം. നരമ്പ് സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അലസത വന്നു പെടുന്നതിനോ തടസ്സങ്ങൾ വരികയോ ഒക്കെ സൂചകമാണ്. അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. സുഹൃത്തുക്കൾ മൂലവും സഹോദര സ്ഥാനീയർ മൂലവും മനക്ലേശം ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യങ്ങളും വന്നു ചേരും. തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും സൂചകമാണ്. വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ആയതിനാൽ ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും
ഭക്ഷണ കാര്യങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഒരു ജാഗ്രതയും ശ്രദ്ധയും അധികമായ ശ്രദ്ധ അനിവാര്യമാണ്. ധാരാളം പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അധികം തണുപ്പടിക്കാതെ നോക്കണം. കഫസംബന്ധമായിട്ടോ ഒക്കെ പ്രായമായവർക്ക് വാദസംബന്ധമായിട്ടോ ഒക്കെയുള്ള ചില പ്രശ്നങ്ങൾ സൂചകമാണ്. അധികമായ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ചേരും. കലാകാരന്മാരായിരിക്കുന്നവരും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് കരവിരുത് തെളിയിക്കുകയും കാര്യപ്രാപ്തി ഉണ്ടാകുകയും വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് നല്ല രീതിയിൽ പ്രസിദ്ധി നേടുവാനും ധനം വന്നു ചേരുവാനും യോഗമുണ്ട്. അത് മെഡിക്കൽ രംഗത്തായാലും അതുപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നിച്ചു. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഏത് കാര്യത്തിലും ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭം. രാശിയുടെ അധിപനായിരിക്കുന്ന ശനി പാപന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഭാവത്തിലാണ് എങ്കിലും പൊതുവെ കഫസംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങൾ തണുപ്പടിക്കാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. പൊതുവെ വാക്കുകൊണ്ട് ദേഷ്യം വർദ്ധിക്കുക അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തെ പൊതുവെ സന്തോഷകരമായിരിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും ധനാഗമന യോഗവും ഉണ്ടാകും. അത് ഏതു തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്കും ഈ മകരം രാശിക്കാർക്ക് ഈ ആഴ്ച തൊഴിൽ പുരോഗതി വന്നു ചേരുകയും ധന ആഗമന യോഗവും പറഞ്ഞിട്ടുള്ളതാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. സുഹൃത്തുക്കളുടെയും സഹസ്ഥാനികളുടെയും ഒക്കെ ഒരു സഹായങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അധ്യാപകർക്കും മറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ആയാലും കൃഷി പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ശാരീരികമായും മാനസികമായും ചില അസ്വസ്ഥതകളോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലേശങ്ങളുമൊക്കെ സൂചകമാണ്. ആയതിനാൽ അധിക ക്ലേശങ്ങളുള്ള കഷ്ടതകളുള്ള ജോലികളിൽ ഏർപ്പെടാതിരിക്കുക, ഉറക്കളയ്ക്കാതിരിക്കുക, ഉപവാസങ്ങളൊക്കെ എടുക്കുന്നത് അധിക സമയമൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും പ്രസിദ്ധിയും സൂചകമാണ്. തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് മിലിറ്ററിക്കാര്, പോലീസ് ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, ഇലക്ട്രോണിക്കൽ സംബന്ധമായി ജോലി ചെയ്യുന്നവരൊക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും സൂചകമാണ്. വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4 പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. ഏഴരശനിയൊക്കെ ജന്മത്തിൽ അനുഭവിക്കുന്നതാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും എപ്പോഴും പറയുന്നതാണ്. വളരെ ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണം. കാര്യം ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അത് ജാതകാൽ കൂടുതൽ ദൈവാധീന ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ ഒക്കെ നൈസർഗിക ശുഭഗ്രഹങ്ങളുടെ ഒക്കെ ദശാകാലവും അപഹാരവും ഒക്കെ നടക്കുന്ന സമയമാണെങ്കിൽ ദോഷം വരികയില്ല. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഉണ്ടാകാൻ സൂചനയുള്ളതിനാലാണ് പിന്നെയും എടുത്തു പറയുന്നത്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സാഹസികത പാടില്ല. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം.
വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് അങ്ങേയറ്റത്തെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. സഹോദര സ്ഥാനീയർ മൂലവും സുഹൃത്തുക്കൾ മൂലവും ചില സഹായങ്ങൾ ലഭിക്കും. കുടുംബത്ത് വളരെ ഐശ്വര്യപൂർണമായ കാലം. പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കി പണിയുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ആഴ്ച. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാനും ആഭരണാദി വസ്ത്രങ്ങൾ സമ്മാനമായി കിട്ടുവാനും ഒക്കെ നല്ല യോഗവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ്. കൂടാതെ ദമ്പതികളായിട്ട് ഉള്ളവർക്കും അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുള്ള ഭാഗ്യമുള്ള ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം വന്നു ചേരുകയും ഒക്കെ യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക. ദോഷങ്ങളൊക്കെ ഉള്ളവർ മറ്റ് ക്ലേശങ്ങളൊന്നും വരാതിരിക്കുവാൻ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ പോയി പ്രാർത്ഥിക്കുകയും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരൊരാൾ കഴിയാവുന്ന രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ജാതകം നോക്കുകയോ പൊരുത്തം നോക്കുകയോ മുഹൂർത്തം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം ദുഃഖങ്ങളോ ദുരിതങ്ങളോ അത് എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയതിന് ശേഷം പേര് നക്ഷത്രവും കൂടി ചേർത്ത് രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.